ഹലോ, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്നത്തെ റെസിപ്പി ചിക്കൻ സോസേജിൻ്റെ ഒരു റെസിപ്പിയാണ്. നമുക്ക് ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് വേണ്ടപ്പെട്ട ഒരു സാധനമാണ്. ബാച്ചിലേഴ്സിന് പ്രത്യേകിച്ചും ഒരു മോര് കൂട്ടാനോ ഒരു സാമ്പാറോ പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത് സൈഡായിട്ട് അവർ ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. സിമ്പിളാണ്. ആദ്യം തന്നെ സോസേജ് നല്ല ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വട്ടത്തിൽ എടുക്കാം. പിന്നെ ഒരു കടായി വെച്ച് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 വലിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ലൈസ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും ഒക്കെ നല്ലതാണ്. ചപ്പാത്തിക്കായാലും ചോറിനായാലും ഇത് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാം. സിമ്പിളാണ്, പെട്ടെന്ന് കുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ സവോളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോസേജിൽ ഉപ്പുണ്ട്, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. കാശ്മീരി പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അത് നിങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവും ഒക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണക്കൊന്ന് മാറട്ടെ കേട്ടോ. പിന്നെ അതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. തക്കാളി പേസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ചെറുതായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് ഓയിലായാലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ച ചിക്കൻ സോസേജ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ സോസേജ് വെറുതെ നമുക്ക് ഫ്രൈ ചെയ്ത് അങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ ഈ ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ കൂടെ ബ്രെഡിൻ്റെ ഇടയിൽ വെച്ചിട്ട് സാൻഡ്വിച്ച് ആക്കിയിട്ട് സ്കൂളിലേക്ക് അങ്ങനെയും കൊടുത്തു വിടാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ മസാല തന്നെ നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ബർഗർ ബണ്ണൊക്കെ ഇല്ലേ, അതിൽ വെച്ച് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാം കേട്ടോ. ഒന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഒരു 10 മിനിറ്റ് വേണ്ട, ഒന്ന് ജസ്റ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ സോസേജ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് അവസാനമായിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയോ എന്തായാലും മതി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ചിക്കൻ സോസേജ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.